അൺബയാസ്നെസ്സിനെ ബേസ് ചെയ്തിട്ടുള്ള അടുത്ത പ്രോബ്ലമാണ്. പ്രോബ്ലം x1, x2, x3, etc. xn are random observations on a Bernoulli's variate x taking the value 1 with probability theta and value 0 with probability 1 minus theta. Show that t into t minus 1 divided by n into n minus 1 is an unbiased estimator of theta square where t is equal to summation xi. So, നമുക്ക് എന്തുണ്ട് x1, x2, x3, etc. xn ഇതൊക്കെ ഈ xi's ഒക്കെ ഒരു ബെർണോളീസ് വേരിയേറ്റ് എക്സിൻ്റെ റാൻഡം ഒബ്സർവേഷൻസ് ആണ്. സോ ബേസിക്കലി നമുക്കുള്ളത് ഒരു ബെർണോളി റാൻഡം വേരിയബിൾ ആണ്. സോ അതിൽ എക്സ് എന്തൊക്കെ വാല്യൂസ് ആണ് എടുക്കുന്നത്? എക്സ് ഇസ് ടേക്കിംഗ് ദ വാല്യൂ 1 വിത്ത് പ്രോബബിലിറ്റി തീറ്റ ആൻഡ് വാല്യൂ 0 വിത്ത് പ്രോബബിലിറ്റി 1 മൈനസ് തീറ്റ. എക്സ് എടുക്കുന്ന എക്സ് ഒരു ബെർണോളി വേരിയേറ്റ് എക്സ് ഇസ് ടേക്കിംഗ് ദ വാല്യൂ 1 വിത്ത് പ്രോബബിലിറ്റി തീറ്റ ആൻഡ് എക്സ് ഇസ് ടേക്കിംഗ് ദ വാല്യൂ 0 വിത്ത് പ്രോബബിലിറ്റി 1 മൈനസ് തീറ്റ. ഓക്കെ, ഇനി നമുക്കിതിൽ കാണിക്കേണ്ടത് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് 1. ഇതെന്താണ്? ദിസ് ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ഓഫ് തീറ്റ സ്ക്വയർ. ബേസിക്കലി എന്ത് കാണിക്കണം? എക്സ്പെക്റ്റേഷൻ ഓഫ് ഈ ക്വാണ്ടിറ്റി ഈസ് ഈക്വൽ ടു തീറ്റ സ്ക്വയർ എന്ന് കാണിക്കണം. ഇതിൽ ടി എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ ആണെന്നും തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാമെന്ന് നോക്കാം. ഇത് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സി, ഇവിടെ എക്സ് എന്തൊക്കെ വാല്യൂസാണ് എടുക്കുന്നത്? എക്സ് എടുക്കുന്ന രണ്ട് വാല്യൂസാണുള്ളത്. എക്സ് 1 എടുക്കും, എക്സ് 0 എടുക്കും. എക്സ് 1 എടുക്കാനുള്ള പ്രോബബിലിറ്റി തീറ്റ ആണ്. എക്സ് 0 എടുക്കാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് തീറ്റ ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്യുക എന്ന് പറയുമ്പം ഈ എക്സ് എടുക്കുന്ന വാല്യൂ 1 അതെടുക്കാനുള്ള പ്രോബബിലിറ്റി തീറ്റ പ്ലസ് എക്സ് എടുക്കുന്ന വാല്യൂ 0 പ്ലസ് അതെടുക്കാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് തീറ്റ. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഇൻറ്റു തീറ്റ പ്ലസ് 0 ഇൻറ്റു 1 മൈനസ് തീറ്റ. സോ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണെന്ന് കിട്ടി? തീറ്റ ആണെന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യുക? വേരിയൻസ് ഓഫ് എക്സ് കമ്പ്യൂട്ട് ചെയ്യുക. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, ഇതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. കാരണം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ തീറ്റ ആണെന്നറിയാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ തീറ്റ സ്ക്വയർ എന്ന് വരും. ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് നോക്കാം. എക്സ് വാല്യൂ 1 എടുക്കുമല്ലോ. സോ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി തീറ്റ പ്ലസ് എക്സ് വാല്യൂ 0 എടുക്കും. സോ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ 0 സ്ക്വയർ ഇൻറ്റു പ്രോബബിലിറ്റി 1 മൈനസ് തീറ്റ. സോ 0 സ്ക്വയർ ഇൻറ്റു 1 മൈനസ് തീറ്റ എന്ന് പറയുമ്പം അത് 0 തന്നെ. സോ നമുക്കിവിടെ എന്ത് വരും? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ തീറ്റ എന്ന് വന്നു. സോ വേരിയൻസ് ഓഫ് എക്സ് കാണുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറിന് പകരം എന്ത് ചെയ്യുക? തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം തീറ്റ സ്ക്വയർ. സോ തീറ്റ മൈനസ് തീറ്റ സ്ക്വയർ. തീറ്റ മൈനസ് തീറ്റ സ്ക്വയറിന് നമുക്ക് എങ്ങനെ എഴുതാം? രണ്ടെന്നും തീറ്റ ഔട്ട്സൈഡ് എടുത്തിട്ട് 1 മൈനസ് തീറ്റ, തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ. ഈ ഫോമിൽ എന്ത് ചെയ്യാം? വേരിയൻസ് ഓഫ് എക്സിനെ നമുക്ക് എഴുതാം. സി, ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. എക്സ് രണ്ട് വാല്യൂസ് അസ്യൂം ചെയ്യുന്നു. എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂ 1ഉം 1 അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റി തീറ്റ ആണ്. എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂ 0 അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റി 1 മൈനസ് തീറ്റ ആണ്. ഈ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സ്ക്വയറും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേരിയൻസ് ഓഫ് എക്സും കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ആണ് നമുക്ക് കാണുന്നത്. ക്വസ്റ്റ്യനിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ടി ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഐ എന്ന് തന്നിട്ടുണ്ട്. എന്താണ് ടി എന്ന് പറയുന്നത്? സമ്മേഷൻ എക്സ് ഐ ആണ്. വെർ ഐ ഈസ് ഫ്രം 1 to n. അതായത് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn. സി, ടി is equal to summation xi, I is from 1 to n, which is equal to x1 plus x2 plus x3 plus etc. plus xn. ടി എന്താണ്? സമ്മേഷൻ എക്സ് ഐ ആണെന്നും തന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ടീൻ്റെ എക്സ്പെക്റ്റഡ് വാല്യൂ കണ്ടുപിടിക്കുക. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് സമ്മേഷൻ എക്സ് ഐ എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്ര പ്ലസ് xn. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് എക്സെട്ര പ്ലസ് xn എന്ന് എഴുതി. ഇനി എന്ത് ചെയ്യുക? ഓരോ ടേമിനും എക്സ്പെക്റ്റേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 എക്സെട്ര പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn. ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? തീറ്റ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x1ൻ്റെ വാല്യൂ എന്താണ്? തീറ്റ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് x2ൻ്റെ വാല്യൂ എന്താണ്? തീറ്റ ആണ്. അങ്ങനെ എക്സ്പെക്റ്റേഷൻ ഓഫ് xnൻ്റെ വാല്യൂ എന്താണ്? തീറ്റ ആണ്. സോ നമ്മൾ ചെയ്യുന്നത് തീറ്റ പ്ലസ്
തീറ്റ പ്ലസ് എക്സെട്രാ പ്ലസ് തീറ്റ. തീറ്റേനെ നമ്മൾ n ടൈംസ് ആഡ് ചെയ്യണം. സോ നമുക്ക് എന്ത് കിട്ടി? n തീറ്റ എന്ന് വന്നു. ക്ലിയർ ആണല്ലോ? നമ്മൾ ആദ്യം ടീൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുകയാണ്. ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്മേഷൻ എക്സ് ഐ ആണ്. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്രാ പ്ലസ് xn. നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എഴുതാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്രാ പ്ലസ് xn എന്ന് എഴുതി. ഇനി നമ്മൾ ഓരോ ടേമിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് x1 പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x2 പ്ലസ് എക്സെട്രാ പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് xn എഴുതി. ഇതിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ വാല്യൂ നമ്മൾ തീറ്റ ആണ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് x1 തീറ്റ ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് x2 തീറ്റ ആണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് xnഉം തീറ്റ ആണ്. സോ ബേസിക്കലി നമ്മൾ തീറ്റേനെ n ടൈംസ് ആഡ് ചെയ്യുകയാണ്. സോ നമുക്ക് എന്ത് എഴുതാം? എക്സ്പെക്റ്റേഷൻ ഓഫ് ടീനെ n തീറ്റ എന്ന് എഴുതാം. ഇനി ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യാണ്? വേരിയൻസ് ഓഫ് ടിയും കണ്ടുപിടിക്കുകയാണ്. വേരിയൻസ് ഓഫ് ടി എന്ന് പറയുമ്പം ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്രാ പ്ലസ് xn അല്ലേ? സോ വേരിയൻസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു വേരിയൻസ് ഓഫ് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് എക്സെട്രാ പ്ലസ് xn. ഇനി എന്ത് ചെയ്യുക? വേരിയൻസ് ഓരോ ടേമിനും കൊടുക്കുക. ദാറ്റ് ഇസ് വേരിയൻസ് ഓഫ് x1 പ്ലസ് വേരിയൻസ് ഓഫ് x2 പ്ലസ് എക്സെട്രാ പ്ലസ് വേരിയൻസ് ഓഫ് xn. വേരിയൻസ് ഓഫ് എക്സ് തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ് നമ്മൾ ബിഗിനിങ്ങിൽ കണ്ടുപിടിച്ചില്ലേ? സോ നമ്മളിവിടെ എന്താ ചെയ്യുന്നത്? വേരിയൻസ് ഓഫ് x1 തീറ്റ ഇൻറ്റു 1 മൈനസ് 1 തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ്. വേരിയൻസ് ഓഫ് x2യും തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ്. വേരിയൻസ് ഓഫ് xnഉം തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ ആണ്. സോ നമ്മൾ തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റനെ n ടൈംസ് ആണ് ആഡ് ചെയ്യുന്നത്. സോ വേരിയൻസ് ഓഫ് ടി എന്ത് കിട്ടി? n തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് വേണം? ഇതിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയറും കൂടെ വേണം. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിക്കേണ്ടത് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 തീറ്റ സ്ക്വയറിൻ്റെ അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്നല്ലേ? അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 ഇസ് ഈക്വൽ ടു തീറ്റ സ്ക്വയർ എന്നല്ലേ കാണിക്കേണ്ടത്? ഇതിൽ നിങ്ങൾ നോക്കി നോക്കുക. ഇതിൽ നമുക്ക് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 എന്നല്ലേ? ഇതിനെ നമ്മൾ ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? ടി ഇൻറ്റു ടി സ്ക്വയർ മൈനസ് ടി ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1. ഓക്കെ, സോ ന്യൂമറേറ്ററിൽ എന്താണുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് ടി ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? എക്സ്പെക്റ്റേഷൻ ഓരോ ടേമിനും കൊടുക്കുക. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഡിനോമിനേറ്ററിൽ 1 ബൈ n ഇൻറ്റു n മൈനസ് 1 ഉണ്ട്. സോ ഇതിൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി കിട്ടിക്കഴിഞ്ഞു. എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി n തീറ്റ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് എന്ത് വേണം? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ വേണം. ഈ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായില്ലേ? നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 തീറ്റ സ്ക്വയറിന് അൺബയാസ്ഡ് എസ്റ്റിമേറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1 ഇസ് ഈക്വൽ ടു തീറ്റ സ്ക്വയറിന് പ്രൂവ് ചെയ്യണം. നമ്മൾ ഇനി എന്ത് ചെയ്യുക? ഈ ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് ടി ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1. ഇനി എന്ത് ചെയ്യുക? ഓരോ ടേമിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കുക. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1. സോ നമുക്കിതിൽ എന്ത് വേണം? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി നമ്മൾ കണ്ടുപിടിച്ചു, n തീറ്റ എന്ന് കിട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയറിൻ്റെ വാല്യൂ വേണം. അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേരിയൻസ് ഓഫ് ടി യൂസ് ചെയ്യാം. കാരണം വേരിയൻസ് ഓഫ് ടി എന്നുള്ളത് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഹോൾ സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? വേരിയൻസ് ഓഫ് ടി പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? ഇതിൽ വേരിയൻസ് ഓഫ് ടീൻ്റെ വാല്യൂ നമുക്കറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് ടീൻ്റെ വാല്യൂ നമുക്കറിയാം. സോ ഇത് രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ കിട്ടില്ലേ? ഇവിടെ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ വന്നിട്ടുള്ളത് വേരിയൻസ് ഓഫ് ടി പ്ലസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഹോൾ സ്ക്വയർ. വേരിയൻസ് ഓഫ് ടി എന്ന് പറയുന്നത് n തീറ്റ ഇൻറ്റു 1 മൈനസ് തീറ്റ. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി എന്ന് പറയുന്നത് n തീറ്റ, അതിനെ സ്ക്വയർ ചെയ്യുമ്പം n സ്ക്വയർ തീറ്റ സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ടി ഇൻറ്റു ടി മൈനസ് 1 ഡിവൈഡഡ് ബൈ n ഇൻറ്റു n മൈനസ് 1ന് എക്സ്പെക്റ്റേഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് വന്നു? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയർ മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് ടി n ഇൻറ്റു n മൈനസ് 1 കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്കതിന് എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് ഡിനോമിനേറ്ററിലുണ്ട് n ഇൻറ്റു n മൈനസ് 1 എന്നുള്ളത്. ഇനി എന്ത് ചെയ്യുക? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി സ്ക്വയറിൻ്റെ വാല്യൂ അറിയാം, എക്സ്പെക്റ്റേഷൻ ഓഫ് ടീൻ്റെ വാല്യൂ അറിയാം, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? തീറ്റ സ്ക്വയർ എന്ന് കിട്ടും. സോ നമുക്ക് എന്താണ് കിട്ടിയിട്ടുള്ളത്? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഇൻറ്റു ടി
മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് വൺ എന്നുള്ളത് തീറ്റ സ്ക്വയറിന് ഈക്വലായിട്ട് കിട്ടി. വാട്ട് ഡസ് ദാറ്റ് മീൻ? ടി ഇൻറ്റു ടി മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് വൺ ഇസ് എൻ അൺബയാസ്ഡ് എസ്റ്റിമേറ്റ് ഓഫ് തീറ്റ സ്ക്വയർ. ഓക്കെ, ഇത് പറഞ്ഞു വരുമ്പം ഭയങ്കര ലെങ്തി ആണെങ്കിലും ചെയ്യാൻ എന്താണ് ഭയങ്കര സിമ്പിളാണ്. സോ ആദ്യം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? എക്സ് അസ്യൂം ചെയ്യുന്ന വാല്യൂസും എക്സ് ഓരോ വാല്യൂയും അസ്യൂം ചെയ്യാനുള്ള പ്രോബബിലിറ്റിയും തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് എന്ത് ചെയ്യുക? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അതേപോലെ വേരിയൻസ് ഓഫ് എക്സും കമ്പ്യൂട്ട് ചെയ്യുക. എക്സ്പെക്ടേഷനും വേരിയൻസും എക്സിൻ്റെ എക്സ്പെക്ടേഷനും വേരിയൻസും കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? ടീൻ്റെ എക്സ്പെക്ടേഷനും വേരിയൻസും കണ്ടുപിടിക്കുക. ടി എന്ന് പറയുന്നത് സമ്മേഷൻ എക്സ് ഐ ആണ്, അതായത് എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ പ്ലസ് എക്സ് ഫോർ പ്ലസ് എക്സെട്ര പ്ലസ് എക്സ് എൻ. ഇതാണ് ടി എന്ന് പറയുന്നത്. സോ ടീൻ്റെ എക്സ്പെക്ടേഷൻ കണ്ടുപിടിക്കുക, ടീൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കുക. ഇനി ടീൻ്റെ വേരിയൻസും എക്സ്പെക്ടേഷനും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. ഈ എക്സ്പെക്ടേഷൻ ഓഫ് ടി സ്ക്വയർ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക? പെട്ടെന്ന് ആ ടി ഇൻറ്റു ടി മൈനസ് വൺ ഡിവൈഡഡ് ബൈ എൻ ഇൻറ്റു എൻ മൈനസ് വണ്ണില്ലേ, അതിന് എക്സ്പെക്ടേഷൻ എടുക്കില്ലേ, അതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട വാല്യൂസ് ഒക്കെ കിട്ടും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക, അപ്പം നമുക്ക് ആൻസർ കിട്ടും.